LDCയുടെ മൂന്നാം ഘട്ട പരീക്ഷ നടന്നു കഴിഞ്ഞു. തൃശ്ശൂര്, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിലെ അതിലെ ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിലുള്ള 10 ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. ആ ചോദ്യം വായിച്ചവർക്കറിയാം, പൊതുവെ വളരെ വിഷമം പിടിച്ച ചോദ്യങ്ങളാണ്. പക്ഷേ വിഷമം പിടിച്ച ചോദ്യങ്ങളാണെന്ന് വിചാരിച്ച് അതിനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. 10 മാർക്ക് അതിനുള്ളതാണ്. അതുകൊണ്ട് ഈ 10 ചോദ്യങ്ങളും കുറെ കൂടി ലളിതമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: k + 1/k - 2 = 0. k ഗ്രേറ്റർ ദാൻ 0, k വലുതാണ് 0-ത്തേക്കാൾ ആയാൽ k⁻29 + 1/k⁻29 - 2 വില എത്ര? ഇതാണ് ചോദ്യം. ചോദ്യം കാണുമ്പോൾ കുറച്ചൊരു അമ്പരപ്പുണ്ട് അല്ലേ? ചെറിയൊരു പേടി, ഇതെങ്ങനെ ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, എന്താ? k + 1/k - 2 = 0, 0 തന്നിട്ടുണ്ടല്ലോ. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ വിലയും കണ്ടുപിടിക്കാം. അതായത് ഇതൊന്ന് പരിശോധിച്ചാലേ ഇതിന്റെ ഉത്തരം കണ്ടെത്തൂ എന്നർത്ഥം. അപ്പൊ അത് പരിശോധിക്കാൻ പോവാണ്. നോക്കാം. k + 1/k - 2 = 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? k + 1/k = എത്രയാണ്? അത് k + 1/k യിൽ നിന്ന് 2 കുറച്ചാൽ 0 എങ്കിൽ ഇതിന്റെ വില എത്രയാണ്? ഏത് സംഖ്യയിൽ നിന്ന് 2 കുറച്ചാലാണ് 0 കിട്ടുക? 2ൽ നിന്ന് 2 കുറച്ചാലാണ് 0 കിട്ടുക. അതായത് k + 1/k എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ഇനി അവിടെ നമ്മൾ ചെറിയൊരു ബുദ്ധി പ്രയോഗിക്കുക. ഒരു സംഖ്യ ഇവിടെ, ഒരു സംഖ്യ ഇവിടെ. ഇപ്പൊ എത്ര സംഖ്യ? 2 സംഖ്യ. ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലാണ് 2 കിട്ടുക? ഏതായാലും 2-നേക്കാൾ ചെറുത സംഖ്യ ആയിരിക്കുമല്ലോ അല്ലെ? ഇവിടെ ഇപ്പം 1 നമുക്ക് എടുക്കാം അല്ലെ? 1 എടുക്കാം. 1 എടുക്കുന്നു. k = 1 എടുക്കുന്നു. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. k = 1 എടുക്കുന്നു. k = 1 എടുത്തു കഴിഞ്ഞാൽ 1/1 എത്രയാ? 2 കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? k യുടെ വില 1 എന്ന് കിട്ടി. നമ്മുടെ യുക്തിയാണേ, വെറും ബുദ്ധി മാത്രം പോരാ, നമ്മുടെ യുക്തിയും കൂടി വേണം. അങ്ങനെ k = 1 കിട്ടി. ഇനി പ്രശ്നമില്ല, k യുടെ വില കിട്ടിയല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ k⁻29 + 1/k⁻29 - 2 ആണ് ചോദിച്ചിരിക്കുന്നത്. k യുടെ വില 1 കിട്ടുമ്പോൾ k⁻29 എത്രയാണ്? 1ന്റെ ഏത് ഘാതം ആണെങ്കിലും, ഏത് സംഖ്യ ആണെങ്കിലും അതിന്റെ വില 1 തന്നെയാണ്. സംശയമില്ലല്ലോ. 1/1000 ആണെങ്കിലും 1 തന്നെ, 1/10,000 ആണെങ്കിലും 1 തന്നെ. k⁻29 = 1 പ്ലസ് ഇവിടെ k⁻29 1 തന്നെ. 1/1 എത്രയാ? അതും 1 - 2. 1 + 1 എത്രയാ? 2. 2ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 0. വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയണം. അതായത് k യുടെ വില 1 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3, 4, 5 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ കാഴ്ചക്ക് എത്ര ചെയ്താലും നമുക്ക് ഇത് കിട്ടില്ല എന്നൊരു തോന്നൽ വന്ന് അല്ലേ? ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: 16 × 4 = 74, 35 × 7 = 85, 55 × 5 = 1011 ആയാൽ 49 × 7 എത്ര? 16 × 4 74 അല്ല എന്ന് നിങ്ങൾക്കറിയാം.
35 ഹരിക്കണം 7 85 അല്ല. ഇവിടെ തന്നിട്ടുള്ള ആ ചോദ്യവും അതിന്റെ ഉത്തരവും തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ ഇത് ശരിക്കും ഗണിതമല്ല, മെന്റൽ എബിലിറ്റി വിഭാഗത്തിൽപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ബുദ്ധിശക്തിയാണ് നോക്കുന്നത്, നമ്മുടെ യുക്തി. അപ്പോ 16നെ 4 കൊണ്ട് ഹരിച്ചത് എത്രയാ? 4. അതിവിടെ ശരിയാണ്, ഈ സ്ഥാനത്തെ അക്കം ശരിയാണ്. അതുപോലെ 35നെ 7 കൊണ്ട് ഹരിച്ചാൽ 5, ഒന്നാം സ്ഥാനത്തെ അക്കം ശരിയാണ്. 55 ഹരിക്കണം 5 11. അപ്പൊ ആദ്യത്തെ സ്ഥാനങ്ങളിലെ സംഖ്യ ശരിയാണ്, അടുത്തതാണ് ശരിയാകാത്തത് അല്ലെ. നോക്കാം. 1ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 7. 3ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 8. 5ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 10. അങ്ങനെയാണ് അതിന്റെ ഉത്തരമുള്ളത്. അതായത് ആദ്യത്തെ ഭാഗം ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയതും രണ്ടാമത്തെ ഭാഗം ഈ സംഖ്യയെ ഈ സംഖ്യ കൊണ്ട് ഹരിച്ചത്. അത് കറക്റ്റ് ഉത്തരമാണ്. അങ്ങനെയാണ് ഓരോന്നും കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് 49 ഹരിക്കണം 7 എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം 4ഉം 9ഉം കൂടെ കൂട്ടുക, 13. അങ്ങനെ 13 എന്നുള്ള സംഖ്യ ഇവിടെ ഉണ്ട്. 49നെ 7 കൊണ്ട് ഹരിക്കുക, അതാണ് അടുത്ത സംഖ്യ, അത് 7. അപ്പൊ ഓപ്ഷൻ ബി 137 ആണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തത് x മൈനസ് 1/x, മൂന്നാമത്തെ ചോദ്യമാണ്. x മൈനസ് 1/x സമം 1/2 ആയാൽ x നോട്ട് ഈക്വൽ ടു 0. x 0-ന് തുല്യമല്ല, അതായത് x-ന്റെ വില 0 അല്ല. എന്തായിരിക്കും 4x² പ്ലസ് 4/x² വില? ഇതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിന് സമാനമായ വളരെ വിഷമം പിടിച്ച ശുദ്ധ ഗണിതമാണ്, മെന്റൽ എബിലിറ്റി അല്ല, ഗണിതം തന്നെ. നമ്മൾ ഈ കണക്ക് പഠിച്ചിരിക്കണം, അതിന്റെ തത്വങ്ങൾ, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കണക്കൊരിക്കലും ബൈ ഹാർട്ട് പഠിച്ചു പോയി ചെയ്യാൻ കഴിയില്ല, അത് ഓർമ്മിക്കുക. ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കണക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇത് ചെയ്യാൻ പോകുന്നറിയോ? ഇതെന്താണെന്ന് ഒന്ന് പരിശോധിക്കണം. ഏത് 4x² പ്ലസ് 4/x² എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വില എന്നിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. 4x² പ്ലസ് 4/x². അതിന്റെ വില അടക്കട്ടെ, നമുക്ക് ഇതെന്താണെന്ന് നോക്കണല്ലോ. ഇവിടെ ഒരു പദമുണ്ട്, ഇവിടെ ഒരു പദമുണ്ട്. ഈ രണ്ട് പദത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? രണ്ടിലും ഒരു സംഖ്യ ഘടകമായുണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? 4 ആണ്. ഇത് 4 ഗുണിക്കണം x² ആണ്. ഇത് 4 ഗുണിക്കണം 1/x² ആണ്. അങ്ങനെയാണ് ഇതിനെ മാറ്റി എഴുതുക. ഓക്കെ, ഇത് 4 ഗുണിക്കണം x², 4x². 4 ഗുണിക്കണം 1/x², 4/x². ഓക്കെ, അതുകൊണ്ട് ആ പൊതു ഘടകം ഉണ്ടല്ലോ 4, ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. 4. ബാക്കി എന്തുണ്ട്? ബാക്കി x² ഉണ്ട്. ഇതിലെന്തുണ്ട്? 1/x². 4 അവിടെ നിൽക്കട്ടെ. നമുക്ക് x² പ്ലസ് 1/x² കിട്ടിയാൽ അതിനെ 4 ഗുണിച്ചാൽ ഉത്തരമായല്ലോ, ഇതിന്റെ ഉത്തരമായി. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്നാണ് അടുത്തതായി നോക്കുന്നത്. അതിനെന്താ? ഇവിടെ x മൈനസ് 1/x അല്ലാതെ x² കാര്യം അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാം? അതിനൊന്ന് സ്ക്വയർ ആക്കി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം അത് എഴുതാം. x മൈനസ് 1/x സമന്താണ് 1/2. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിനെ സ്ക്വയർ ആക്കാൻ പോവാണ്. സ്ക്വയർ ആക്കുമ്പോ x മൈനസ് 1/x സ്ക്വയർ ആക്കുമ്പോ ഹോൾ സ്ക്വയർ സമം 1/2 ഹോൾ സ്ക്വയർ. 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ, അതായത് 1/4. അപ്പൊ ഇത് സമം ഇത് കിട്ടി. ഇനി ഇതിന്റെ വില എന്താ വിപുലീകരിക്കുമ്പോ? അത് നേരത്തെ പഠിച്ച ഒരു സൂത്രമാക്കിയ ഓർമ്മ വേണം. അതെന്താണെന്ന് അറിയോ? a മൈനസ് ബി ഹോൾ സ്ക്വയർ സമം a² മൈനസ് 2ab പ്ലസ് b².
ഇതറിയുന്ന ഒരാൾക്ക് ഈ കണക്കിന് ചെയ്യാൻ പറ്റും. അതറിയാത്ത ആളുകൾക്ക് ഒരിക്കലും ആ കണക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്താലും ഉത്തരം തെറ്റായിരിക്കും. അതുകൊണ്ട് ഇത് നേരെ ഓർമ്മ വരണം. ഇതെന്താ? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇതില് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എക്സ് ആണ് അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 2ab, അതായത് 2 ഗുണിക്കണം ഇതിലെ a എന്താ? എക്സ് ഗുണിക്കണം b എന്താണ്? 1/x പ്ലസ് ബി സ്ക്വയർ 1/x സ്ക്വയർ സമമാണ് 1/4. ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടമല്ല, ഇത് ഇവിടെ തന്നിട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മളൊന്ന് വിപുലീകരിച്ച് ഇങ്ങനെ മാറ്റി വീണ്ടും അതിനെ മാറ്റി എഴുതുകയാണ്. അതാണ് ഇത്. ഇനി എക്സും ബൈ എക്സും വെട്ടി ഇവിടെ ബൈ ഇല്ലാണ്ടായി, ഇതും പോയി. ബാക്കി എന്തുണ്ട്? 2 ഗുണിക്കണം 1 2. അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 പ്ലസ് 1/x സ്ക്വയർ സമം 1/4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 4 ഗുണിക്കണം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ കിട്ടിയാൽ മതി. അത് ഇവിടെ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ. അപ്പൊ ബാക്കി എന്താ? -2. അതിന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ സമം 1/4 അവിടെ ഉണ്ട്. പിന്നെ ഇത് -2 ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ 2 പ്ലസ് 1/4. എന്താ 2 പ്ലസ് 1/4? ഇത് സാധാരണ സംഖ്യയാണ്, ഇതൊരു ഭിന്നസംഖ്യയാണ് അല്ലെ? ഇതിന് നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ എന്താവും അറിയോ? 2 4 8 8 പ്ലസ് 1 9, അതായത് 9/4 ആണ്. ഏത്? എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/4. അതിനാൽ നമുക്ക് അങ്ങനെ ഒന്നും കൂടി എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ സമം 9/4. ചോദിച്ചിരിക്കുന്നത് എന്താ? 4 ഗുണിക്കണം എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ആണ്. അതായത് ഇതിനെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. ഇതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4 പോയി, ബൈ 4 പോയി, ബാക്കി എന്തുണ്ട്? 9. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഓപ്ഷൻ എ. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള ആ വഴി നമ്മൾ അറിയണം, അത് പഠിച്ചിരിക്കണം. വൃത്തത്തിന്റെ വിസ്തീർണം കാണാൻ എന്താ വഴി? πr² ആണ്. ഇത് വെച്ച് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിൾ ആണ്. എന്താ? ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചു. 50% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ആരം 1 ആണ്. 50% വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ പകുതി വരും അല്ലേ? എത്ര? അത് അരയാണ്. 1ന്റെ പകുതി അരയാണല്ലോ. ആ സമയത്ത് വർദ്ധിപ്പിക്കുമ്പോൾ എന്തായി? 1.5 ആയി. ഇനി ആരം 1 സെന്റിമീറ്റർ ആണെങ്കിൽ വിസ്തീർണം എന്ത് വരും? r² വരും. അതായത് 1 സ്ക്വയർ, അതായത് 1. അത് വർദ്ധിപ്പിച്ചപ്പോൾ ആരം എന്തായി? 1.5 ആയി. അപ്പൊ r² എന്ത് വരും? 1.5 സ്ക്വയർ, അതായത് 2.25 വരും. ഇത് നേരത്തെ 1 വർദ്ധിച്ചത് എത്രയാണ്? 2.25 ആയി മാറി. എന്ന് പറഞ്ഞാൽ എത്ര വർദ്ധിച്ചു? വർദ്ധിച്ചത് ഇങ്ങനെയാണ്. 2.25 നിന്ന് 1 കുറക്കുക, 1.25 ആണ് ഇതിന്റെ വർദ്ധനവ്. ഇനി അത് ശതമാനമാക്കണം അല്ലെ? അതല്ലേ ചോദിച്ചിരിക്കുന്നത്, എത്ര ശതമാനം? അപ്പൊ 100 കൊണ്ട് ഗുണിക്കുക ശതമാനമാക്കാൻ. ഇതിലെ ഒരു 2 ദശാംശ സ്ഥാനം ഉണ്ട്, 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ഒക്കെ ക്യാൻസൽ ആവും. അപ്പൊ 125 ആകും. അതാണ് അതിന്റെ ഉത്തരം, 125%. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 150 ഡിഗ്രി ആകും? അതെന്തേ 150 ഡിഗ്രി എന്ന് പറഞ്ഞാൽ? സൂചി 150 ഡിഗ്രി ആകുന്ന 150 ഡിഗ്രി ആകുന്ന ഒരു വരയാകും എന്നാണ് അർത്ഥം. ഒരു വര, അതാണ് 150 ഡിഗ്രി. ഇത് അപ്പൊ ഇതിനിടയില്
മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഇങ്ങനെ ഒരു വര ഉണ്ടാക്കുന്നത് എത്ര പ്രാവശ്യം എന്ന് മലയാളത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി, കണക്ക് ഒഴിവാക്കിയിട്ട്. അത് എത്ര പ്രാവശ്യം വരും? 10ന്റെ 11ന്റെ ഇടയിൽ ഒരു പ്രാവശ്യം വരും, 11ന്റെയും 12ന്റെ ഇടയിൽ ഒരു പ്രാവശ്യം വരും, 12ന്റെയും 1ന്റെ ഇടയിൽ ഒരു പ്രാവശ്യം വരും. അങ്ങനെ വരുള്ളൂ. അപ്പൊ എത്ര പ്രാവശ്യം വന്നു? 3 പ്രാവശ്യം വന്നു. ഓപ്ഷൻ എ 3 ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? ഈ തന്നിട്ടുള്ള 10 ചോദ്യങ്ങളിൽ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. മനസ്സുകൊണ്ട് തന്നെ ചെയ്യാം, നമ്മളധികം കഷ്ടപ്പെടണ്ട. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? അപ്പം 10 വർഷം കൊണ്ടാണ് ഇരട്ടിയാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 100 രൂപയാണ് നിക്ഷേപിച്ചത്, 200 രൂപയാകണം. അപ്പൊ ഇത് ഇരട്ടിയായി. എത്ര കൂടി? 100 കൂടി. 100 കൂടണമെങ്കിൽ 10 വർഷം കൊണ്ടാണ്. അപ്പം ഒരു കൊല്ലം എത്ര കൂടും? 10 രൂപ കൂടും. ഒരു കൊല്ലം 10 രൂപ കൂടും. ഇപ്പൊ 100 കൊല്ലം കൂടണമെങ്കിലോ എത്ര ശതമാനം വേണം? 10%. അതാണ് അതിന്റെ ഉത്തരം. അടുത്തത് 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഇത് വല്ലാത്തൊരു ചോദ്യമാണ് അല്ലെ. എന്താ വെച്ചാല് സാധാരണ 2000 ജനുവരി 1 ശനിയാഴ്ച ആണെങ്കിൽ 2001 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പക്ഷെ ഇത് 2006 പോയി. അപ്പൊ നമുക്ക് ഓരോ കൊല്ലവും അപഗ്രഹിച്ച് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. 2000, 2001, 2002, 2003, 2004, 2005, 2006 ചോദിക്കുന്നത്. 2000 ജനുവരി 1 ഏതാ ദിവസം? ശനി. സാധാരണഗതിയിൽ ഒരു വർഷം ഏത് ദിവസമാണോ തുടങ്ങുന്നത്, ജനുവരി 1 തുടങ്ങുന്നത്, അതേ ദിവസം തന്നെയായിരിക്കും ആ വർഷത്തെ ഡിസംബർ 31. അപ്പോ ശനിയാഴ്ചയാണെങ്കിൽ തൊട്ടടുത്ത ജനുവരി 1 ഞായറാഴ്ചയായിരിക്കും. തൊട്ടടുത്ത വർഷത്തെ ജനുവരി 1 ഞായറാഴ്ചയായിരിക്കും. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. 2000-ന് അതിവർഷമാണ്. അതായത് ഫെബ്രുവരി 28 അല്ല 29 ദിവസമുണ്ട്. അതായത് ഒരു വർഷം 366 ദിവസമുണ്ട്. അപ്പം ഞായറാഴ്ചക്ക് പകരം 2001 ജനുവരി 1 എന്താകും? തിങ്കളായിട്ട് മാറും. ഇതെന്തായി മാറും? ഇത് ചൊവ്വയായി മാറും. ഇതെന്താകും? ബുധനാകും. ഇതെന്താകും? വ്യാഴമാകും. 2005 വെള്ളിയാഴ്ച അല്ല, എന്താ? 2004 അതിവർഷമാണ്. അപ്പം നേരത്തെ ഇവിടെ ശനി തിങ്കളായി മാറിയ പോലെ ഇവിടെ വ്യാഴം എന്താകും? വെള്ളിക്ക് പകരം ശനിയാകും. 2005 ഇത് ശനിയാകുമ്പോ 2006 എന്താകും? ജനുവരി 1 ഞായറായി മാറും. അതാണ് അതിന്റെ ഉത്തരം. ഇതില് ഓപ്ഷൻ ഡി ആണ് ഞായർ. അടുത്ത ചോദ്യം, ശ്രേണി പൂർത്തിയാക്കുക. YEB, WFD, UHG, SKI ഈ 5ാമത്തെ വാക്ക് ഇതിൽ നിന്ന് എടുത്ത് എഴുതണം. ഇത് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് ഇതിലെ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, അത് YWUS. പിന്നെ എല്ലാത്തിന്റെയും ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാത്തിന്റെയും എല്ലാണ്. എന്നാൽ 2ാമത്തെ അക്ഷരം ചെറിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് 2ാമത്തെ അക്ഷരം വിട്ടേക്കാം. നമുക്ക് ആദ്യത്തെ അക്ഷരം മതി. കാരണം ഇതില് ആ ഉത്തരം വരാൻ സാധ്യതയുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതെന്താ നോക്കാം. Y കഴിഞ്ഞിട്ട് ഇവിടെ W ആണ് വരുന്നത്. അത് കഴിഞ്ഞ് U, അത് S. ഇനി തിരിച്ചങ്ങോട്ട് പോകുമ്പോഴോ S കഴിഞ്ഞ് T ഇല്ല, U ഉണ്ട്. B ഇല്ല, W ഉണ്ട്. X ഇല്ല, Y ഉണ്ട്. അപ്പൊ ഒന്നിടവിട്ടാണ് 1ാമത്തെ അക്ഷരം വരുന്നത്. ഒന്നിടവിട്ട് ബാക്കോട്ട്.
അപ്പൊ അങ്ങനെ എസിന്റെ തൊട്ടിപ്പുറം വരേണ്ട എന്താ? 6 ആണ് അല്ലെ? അത് ഒഴിവാക്കിയാൽ തൊട്ടിപ്പുറം വരുന്ന എന്താ? Q. അങ്ങനെ Q വരുന്ന ഫസ്റ്റ് അക്ഷരം Q വരുന്ന ഒരേ ഒരു പദം മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലേ? എന്താ? അത് സി ആണ് ഓപ്ഷൻ QOL. അത് മാത്രം മതി, വേറെ ഒന്നിലും Q ഇല്ല. ഒന്നാമത്തെ അക്ഷരം ഇത് പ്രകാരം Q മാത്രമേ വരൂ. ഓക്കെ, അടുത്തത് ഒറ്റയാൻ ഏത്? 875, 979, 1059, 1067. സാധാരണഗതിയിൽ PSC പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒറ്റയാൻ ചോദിക്കുമ്പം അത് അഭാജ്യ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക ഇതിനകത്ത് അഭാജ്യവും വിഭാജ്യമാണോ എന്നുള്ള, അത് നോക്കിയാൽ മതി. 875 അഭാജ്യ സംഖ്യ അല്ല, 5 കൊണ്ട് ഹരിക്കാലോ. 979 അത് നമുക്കറിയില്ല അഭാജ്യമാണോ വിഭാജ്യമാണോ അല്ലെ, ചെറിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. 1089 നമുക്കറിയാം, അത് 9ന്റെ ഗുണിതാണ്, അതറിയാം. 1067 നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ഇതിലെ അഭാജ്യമാണോ അല്ലയോ എന്നറിയാത്ത 2 സംഖ്യകളുണ്ട്. ഒന്ന് 979 1067. പക്ഷെ 979 അത് 11 കൊണ്ട് നിശ്ചയഹരിക്കാം. അതെങ്ങനെയാണ്? ആ സംഖ്യയുടെ പ്രത്യേകത ഞാൻ പറയാം. 9 കഴിഞ്ഞ് ഈ സംഖ്യ ഇടപെട്ട് അടുത്ത സംഖ്യ ഏതാ വരുന്നത്? 9 അല്ലെ? ഇടപെട്ട് അത് കൂട്ടി എത്ര വരും? 18. നടുക്കുള്ള സംഖ്യ ഏതാ? 7. കുറച്ച് എത്രയാ? 11. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംഖ്യയെ 11 കൊണ്ട് നിശ്ചയഹരിക്കാം. അതായത് 11 ഇതിന്റെ ഒരു ഘടകമാണെന്ന് അർത്ഥം. 11 ഈ സംഖ്യയുടെ ഘടകമാണെങ്കിൽ ഇത് എന്തല്ല? ഒരു അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ ഇതിന് അഭാജ്യ സംഖ്യ എന്ന് നമുക്ക് പറയാവുന്ന ഒരേ സംഖ്യയുള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്, 1067. ഓക്കെ, ഇതാണ് അതിന്റെ ഒറ്റയാൻ. ഇനി അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയിൽ AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളതിന് ചുരുക്കം സമാന്തര ശ്രേണി, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും. 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ്. ആ ശ്രേണിയുടെ 18ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓ, വല്ലാത്തൊരു ചോദ്യം. സമാന്തര ശ്രേണിയിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യം പൊതുവെ വരാറില്ല അല്ലേ? പരീക്ഷ എഴുതിയവരിൽ ആരെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയോ കിട്ടിയോ? എങ്ങനെ അത് കാണുക നോക്കാം. ഇതിനകത്ത് ചില സംഗതികളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് ഇത് ചെയ്യാൻ പറ്റും. അതെന്താ? 7ാം പദത്തിന്റെ 7 മടങ്ങ്. എന്താ 7ാം പദം എന്ന് പറഞ്ഞാല്? 7ാം പദം എന്ന് പറഞ്ഞാൽ A7. 7ാം പദം എന്താണെന്നറിയോ? A+6D ആണ്. ആദ്യ പദത്തോട് പൊതുവ്യത്യാസത്തിന്റെ 6 മടങ്ങ് കൂട്ടിയാൽ എന്ത് കിട്ടും? 7ാം പദം കിട്ടും. അതാണ് അതിന്റെ അർത്ഥം. പിന്നെ എന്താ? 11ാം പദത്തിന്റെ 11 മടങ്ങ്. 11ാം പദം എന്ന് പറയുമ്പോഴോ A11. ഇത് പ്രകാരം എന്താണ്? A+10D. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 18ാം പദം. 18ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? A18. അതായത് A+17D. ഈ 2 കാര്യത്തിൽ നിന്ന് ഇത് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ചെയ്ത് തന്നെ നോക്കണം, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ? 7ാം പദത്തിന്റെ 7 മടങ്ങ്. 7ാം പദം എന്താണ്? A+6D. അപ്പോ A+6D യുടെ 7 മടങ്ങും 11ാം പദത്തിന്റെ A+10D യുടെ 11 മടങ്ങും എന്താണ്? തുല്യമാണ്. ഇനി ഇത് നമുക്ക് വിപുലീകരിക്കുമ്പോൾ 7A + 42D സമം എന്താണ്? 11A + 110D. ക്ലിയർ ആയോ? 7ാം പദം A+6D, സംശയമില്ലല്ലോ. 11ാം പദം A+10D, അതും സംശയമില്ലല്ലോ. കണ്ടുപിടിക്കേണ്ടത് A18, 18ാം പദം, അത് A+17D. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താ?
സമാന്തര ശ്രേണിയിലെ 7ാം പദത്തിന്റെ 7 മടങ്ങ്. 7ാം പദം a + 6d-യുടെ 7 മടങ്ങ് പറയുമ്പോൾ ഇതിനെ 7 കൊണ്ട് ഗുണിക്കുക. 11ാം പദത്തിന്റെ 11 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇതിനെ 11 കൊണ്ട് ഗുണിക്കുക. അപ്പോഴല്ലേ മടങ്ങ് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയതാണ് ഇത്. 7 കൊണ്ട് ഇതിനെ ഗുണിച്ചു 7a, 6d 7 കൊണ്ട് ഗുണിച്ചു 42d, 11 കൊണ്ട് a ഗുണിച്ചു 11a, 10d 11 കൊണ്ട് ഗുണിച്ചു 110d. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാറിയോ, ഈ 7a ഇങ്ങോട്ടേക്ക് വരിക, ഇത് അങ്ങോട്ടേക്ക് പോവുക. 7a ഇങ്ങോട്ടേക്ക് വരുമ്പോ മൈനസ് ആകും, ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആകും. അപ്പൊ എന്ത് വരും, ഇവിടെ 11a ഇത് ഇങ്ങോട്ടേക്ക് വന്നല്ലോ, മൈനസ് 7a സമന്തരാണ് 42d മൈനസ് 110d. 11a മൈനസ് 7a എന്ന് പറഞ്ഞാൽ എന്താണ്, 4k സമം എന്താണ്, 42d-യിൽ നിന്ന് 110d കുറക്കുമ്പോൾ 68d മൈനസ് 68d. ഇനി രണ്ടിലും പൊതുവായുള്ള കാര്യം എന്താണ്, രണ്ടിലും പൊതുവായുള്ള കാര്യം 4 ഇതിലുണ്ട് 4 ഇതിലുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹരിശരിയാം, 4 കൊണ്ട് ഹരിശരിയാം. ഇതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരും, a സമം 68-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ മൈനസ് 17d. അപ്പൊ a സമം മൈനസ് 17d. ഓക്കെ, അതായത് എയും 17d തുല്യമാണ്. എങ്കിൽ a മൈനസ് 17d എന്ത് വരും, 0 തുല്യമായ രണ്ട് സംഖ്യകളിൽ നിന്ന് വ്യവകലനം കുറക്കുമ്പോൾ എന്ത് വരും, അത് 0. അതായത് a മൈനസ് 17d സമം വരും 0. മൈനസ് ഓഫ് മൈനസ് എന്താണ്, അത് പ്ലസ് ആണ്. a പ്ലസ് 17d സമം 0. a പ്ലസ് 17d എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 18ാമത്തെ പദമാണ്. അതിന്റെ വില എത്രയാണ്, 0. അപ്പോ ഇതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നത് a 11, b 18, c 7, d ഇവ ഒന്നും അല്ല. അപ്പൊ 0 ABC വരുന്നില്ല. അപ്പൊ ഉത്തരം ഇവ ഒന്നും അല്ല. എന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ 0 എന്ന് കൊടുത്താൽ മതി, ഇവ ഒന്നുമല്ല എന്ന് പ്രത്യേകം വെക്കേണ്ടതില്ല. ഇത് എഴുതിയ ആൾക്ക് ഇതിന്റെ ഉത്തരത്തിൽ ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടോ എന്ന് സംശയമുണ്ട്. ഓക്കെ.